ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ സർപ്രൈസായിട്ട് പോവാം കേട്ടാ. നമുക്ക് പോവാം. നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് മൂക്കിലെത്തിയിട്ടുണ്ട്. സോറി, നമുക്ക് അങ്ങോട്ട് പോവാം. അതെന്നല്ലേ അറിഞ്ഞതേ ഇല്ലല്ലേ. അത് തന്നെ മുടി വെട്ടാൻ വേണ്ടി പോയി നല്ല സമയം കൊള്ളാം. അപ്പൊ ഇതാരാ? അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? വീട്ടിലോട്ട് നിങ്ങൾ സർപ്രൈസ് ആവണം കേട്ടാ. നിങ്ങൾ സർപ്രൈസ് ആയില്ലല്ലോ എന്നെ കണ്ടിട്ട് വന്നിട്ട്. എന്തേട്ടോ സർപ്രൈസ് ആവാത്ത പൊണ്ടാട്ടി വന്നിട്ട്. ഗായ്സ്, ഇവിടെ നല്ല നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. കുമ്മൻ അടിക്കാൻ പറ്റുമോ നോക്കാം. ചേച്ചി നല്ല ലിപ്സ്റ്റിക്ക്. ആ ഹേയ് ഗൈസ്, ഇതൊക്കെ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ. ഇത് വേറെ ആരുമല്ല, ഇതെൻ്റെ ചേട്ടൻ്റെ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു മൂത്ത പുത്രൻ, രണ്ടാമതുണ്ടായത് അബദ്ധമാണ് ഞാൻ. പിന്നെ ഇതാണ് എൻ്റെ ചേട്ടൻ കേട്ടാ. നാളെ ചേട്ടൻ എൻ്റെ ഷാർജയിൽ പോവുകയാണ് കേട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ചേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് ചേട്ടൻ്റെ കൂട്ടുകാരൻ കേട്ടോ. ഇവരോട് ഇത്തിരി അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവരങ്ങ് ജീവിച്ച് കാണിച്ച് ഗൈസ്. അതിൻ്റെ പ്രഹസനം നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ആദ്യക്കൂട്ടനും പ്രേമിയുടെ ചോറുണ്ടതിൻ്റെ ഒരു എക്സസൈസാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പെട്ടിയെടുക്കലും കാര്യങ്ങളും, നാളെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ അടുക്കി പറക്കൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ആരും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നത്, ചേട്ടൻ്റെ കൂട്ടുകാരൻ നേരത്തെ കാണിച്ചിട്ട്. അതാ ആദ്യക്കൂട്ടനും അവൻ്റെ കൊച്ചിനും, അതായത് എൻ്റെ കസിൻ ബ്രദർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.